Subscribe now and press the bell icon. Never miss an update. നമസ്കാരം. ജേർണലിസം സീമേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഡിസൈൻ ഓഫ് എ യൂസർ മാനുവൽ. ഡിസൈനിൽ ആദ്യം വരുന്നതാണ് ഡെഫിനിഷൻ ഓഫ് ഓഡിയൻസ്. യൂസർ മാനുവൽ ഉപയോഗിക്കാൻ പോകുന്ന വ്യക്തികൾക്കനുസരിച്ച് വേണം യൂസർ മാനുവൽ ഡിസൈൻ ചെയ്യാൻ. ഓഡിയൻസിനെ ആദ്യം മനസ്സിലാക്കി പിന്നീടാണ് യൂസർ മാനുവലിലൂടെ ആശയവിനിമയം നടത്തേണ്ടത്. രണ്ടാമത് വരുന്നതാണ് ഹെഡ്ലൈൻ. വായനക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകാനാണ് ഹെഡ്ലൈൻസ് ഉപയോഗിക്കുന്നത്. വളരെ വേഗത്തിലുള്ള വിവരശേഖരണത്തിന് ഹെഡ്ലൈൻസ് സഹായിക്കുന്നു. മറ്റൊന്നാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് സിറ്റുവേഷൻ. ഒരു സ്പെസിഫിക് ടാസ്കിലേക്കുള്ള ചവിട്ടുപടിയായി വേണം ഇതിനെ കണക്കാക്കാൻ. യൂസർ മാനുവലിൽ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങൾക്കും പുതിയ ടെക്നോളജികൾക്കും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ചില റെഫ്രിജറേറ്റർ കമ്പനികൾ CFC ഫ്രീ ഗ്യാസ് എമിഷൻ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവരാണെന്ന് വാദിക്കും. ഇത് ഗ്യാസ് റീഫിൽ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നിടത്ത് സൂചിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ യൂസറിന് പുതിയ ടെക്നോളജിയെ പറ്റി ഇൻട്രൊഡക്ഷൻ കിട്ടും. പിന്നീട് വരുന്നതാണ് പ്രയോറിറ്റൈസ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ എ ടാസ്ക്. ഒരു ടാസ്ക് പൂർത്തിയാക്കാനുള്ള ഓരോ ഘട്ടത്തെയും ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. ഒരു ടാസ്ക് പൂർത്തിയാക്കുന്നതിനുള്ള വഴികൾ തെറ്റിച്ചു കൊടുത്താൽ അത് യൂസറിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതിനാൽ വളരെ സൂക്ഷ്മതയോടെ വിദഗ്ധ അഭിപ്രായം സ്വീകരിച്ച് വേണം ഓരോ ഘട്ടവും പറയാൻ. മറ്റൊന്നാണ് ലിസ്റ്റ് ഓഫ് ടൂൾസ്. യൂസർ മാനുവലിൽ പറയുന്ന കാര്യം ചെയ്യാൻ ആവശ്യമായ ടൂൾസ് എന്തെല്ലാം എന്നൊരു ലിസ്റ്റാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇത് കാര്യങ്ങൾ വേഗം ചെയ്യാൻ യൂസറിനെ സഹായിക്കും. ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ടൂൾസിന് വേണ്ടി പോകാതിരിക്കാൻ ഇത് യൂസറിനെ സഹായിക്കും. മറ്റൊന്നാണ് നരേഷൻ ഓഫ് ദി പ്രോസസ്സ്. ഓരോ പ്രവർത്തനവും നരേറ്റ് ചെയ്ത് വേണം യൂസർ മാനുവൽ തയ്യാറാക്കാൻ. ഓരോ ടാസ്കും വിശദീകരിച്ച് പറയണം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യൂസറിന് കാര്യങ്ങൾ വേഗം സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നൽകുന്നതാണ് വാർണിംഗ്സ്. യൂസർ മാനുവലിൻ്റെ ഡിസൈനിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വാർണിംഗ്സ്. ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് വാർണിംഗ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. പ്രൊഡക്റ്റിനനുസരിച്ച് ഇത് തുടക്കത്തിലോ അവസാന ഭാഗത്തോ ആണ് കൊടുക്കേണ്ടത്. അവസാനം നൽകുന്നതാണ് കൺക്ലൂഷൻ. എല്ലാ ഡോക്യുമെൻറ്റും പോലെ യൂസർ മാനുവലിനും കൺക്ലൂഷൻ വേണം. പ്രൊഡക്റ്റ്, കമ്പനി, യൂസർ ഇവയെല്ലാം പറ്റി നല്ലത് പറഞ്ഞു വേണം അവസാനിപ്പിക്കാൻ. ഒരു കമ്പനി തുടർന്നും വിപണിയിൽ ഉണ്ടാവുമെന്ന സൂചനയും കൺക്ലൂഷനിൽ നൽകാം. കമ്പനിയുമായി ബന്ധപ്പെടാൻ കോൺടാക്ട് ഡീറ്റെയിൽസും ഡീലർമാരുടെ നമ്പറും പേരും, സർവീസ് നെറ്റ്വർക്ക്സ്, ഓൺലൈൻ ഹെൽപ്പ് സൈറ്റ്സ്, ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് തുടങ്ങിയവയെല്ലാം കൺക്ലൂഷനിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് ഡിസൈൻ ഓഫ് എ യൂസർ മാനുവൽ. ആദ്യം ഡെഫിനിഷൻ ഓഫ് ഓഡിയൻസ്. യൂസർ മാനുവൽ ഉപയോഗിക്കാൻ പോകുന്ന വ്യക്തിക്കനുസരിച്ച് വേണം നമ്മൾ യൂസർ മാനുവൽ തയ്യാറാക്കാൻ. പിന്നീട് ഹെഡ്ലൈൻസ്. തലക്കെട്ടുകൾ നൽകുന്നതോടുകൂടി വളരെ വേഗം തന്നെ കാര്യങ്ങൾ കണ്ടെത്താൻ യൂസറിന് പറ്റുന്നു. മറ്റൊന്നാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് സിറ്റുവേഷൻ. ഒരു പുതിയ ടെക്നോളജിയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വേണം തുടങ്ങാൻ. പിന്നെ വരുന്നതാണ് പ്രയോറിറ്റൈസ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ എ ടാസ്ക്. ഒരു ടാസ്ക് പറയുമ്പോൾ അതിനെ പല ഘട്ടങ്ങളായി തിരിച്ച് ഓരോ ഘട്ടത്തിൻ്റെയും ഇമ്പോർട്ടൻസ് പറയണം യൂസർ മാനുവൽ തയ്യാറാക്കുമ്പോൾ. പിന്നെ വരുന്നതാണ് ലിസ്റ്റ് ഓഫ് ടൂൾസ്. എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കണം എന്നതിനെ പറ്റി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കണം. പിന്നെ നറേഷൻ ഓഫ് ദി പ്രോസസ്. ഓരോ ആക്ഷനെയും വിശദീകരിച്ച് പറഞ്ഞിരിക്കണം. യൂസറിന് ഒരു തരത്തിലുള്ള ഡൗട്ടുകളും ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്നാണ് വാർണിംഗ്സ്. കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് വാർണിംഗ്സിൽ കൊടുത്തിരിക്കണം. ഇത് തുടക്കത്തിലോ അവസാനത്തിലോ കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് കൺക്ലൂഷൻ. കമ്പനിയുമായി ബന്ധപ്പെടാൻ കഴിയുന്ന എല്ലാ വിവരങ്ങളും നൽകിക്കൊണ്ട് വേണം കൺക്ലൂഷൻ തയ്യാറാക്കാൻ. കമ്പനിയെയും യൂസറിനെയും പ്രൊഡക്റ്റിനെയും പറ്റി നല്ല അഭിപ്രായവും നൽകി വേണം അവസാനിപ്പിക്കാൻ. ഇവയെല്ലാമാണ് ഒരു യൂസർ മാനുവൽ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ തന്നെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതിലൂടെ വളരെ വേഗം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതുമാണ്.